ചില ഐറ്റംസ് ഒക്കെ പൈസ കൊടുത്ത് മേടിച്ചുണ്ടാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അതിലൊന്നാണ് ഇത്. ഈ വാഴക്കൂമ്പുണ്ടല്ലോ, ഇതൊക്കെ വെറുതെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സംഭവം. ഇപ്പൊ പക്ഷെ ഞാൻ പൈസ കൊടുത്താട്ടാ മേടിച്ചത്. കുറേ നാളായി ഇത് കഴിച്ചിട്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് ഉമ്മ ഉണ്ടാക്കി കഴിച്ചാണ് എനിക്ക് ശീലം. അപ്പൊ ഞാനിത് ഇങ്ങനെ ഇൻസ്റ്റാമാർട്ടിൽ കിടക്കുന്ന കണ്ടപ്പോ ഒന്ന് വാങ്ങിയതാണ്. നല്ല കൊതിയോടെ പക്ഷേങ്കില് ഉണ്ടാക്കിയതാണ് കേട്ടോ. അവസാനം എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അതാണ്ട് ഇതുപോലെ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. ആ ഒരു സമയത്തേക്ക് ഒരു ചെറിയ അരപ്പ് തേങ്ങയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും പിന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പില എല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം ഇതുപോലെ. എന്നിട്ട് നമുക്കതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുപയർ വേവിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് എനിക്ക് പണി കിട്ടിയത്. ചെറുപയർ കുറച്ച് അധികം വെന്തുപോയി. ഇത്രയും വേവണ്ട, അല്ലെങ്കിൽ അവിടെ കുഴഞ്ഞ പോലെ ആവും കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ ആ അരപ്പ് കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയപ്പോഴത്തേക്കിനും നല്ല രീതിയിൽ അങ്ങ് കുഴഞ്ഞു പോയി. അപ്പോഴേക്കും എന്റെ കോൺഫിഡൻസ് ഫുള്ളായിട്ട് തകർന്നു കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മിക്സ് ആക്കി. പക്ഷെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴഞ്ഞിരിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കാണാനായിരുന്നു ഇഷ്ടം. അപ്പൊ ബൈ ബൈ.